ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഏട്ടന്മാരുടെ ദേഹത്ത് മീൻവെള്ളമൊക്കെ ഒഴിച്ച് ചേച്ചി അങ്ങനെ നല്ല ഹാപ്പി ആയിട്ട് അങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ബാക്കിയുള്ളവരെല്ലാവരും പേടിച്ചു. വേഗം തന്നെ കയ്യിൽ നിന്ന് കാര്യം പോയെന്ന് മനസ്സിലായില്ലേ. പെട്ടെന്ന് ഓടിക്കതച്ചത് ഇറങ്ങി വരുവാണ്. അയ്യോ, എന്നോട് ക്ഷമിക്കണം, ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചപ്പോൾ അറിയാതെ പറ്റിയതാ എന്നും പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഇങ്ങനെ വരുന്നു. അപ്പൊ ഗോമതി ഇങ്ങനെ വന്നപ്പോൾ, അയ്യോ ഇത് എന്തൊരു മീൻ നാറ്റുവാ, മീൻ വറക്കുന്ന മണം പോലും ഇഷ്ടമല്ലാത്ത നിങ്ങൾ ഈ മീനിന്റെ വൃത്തികെട്ട ഉളുമ്പ് മണം ആസ്വദിച്ച് അങ്ങനെ നിൽക്കും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അവരിറങ്ങി വന്നിട്ട് ഇങ്ങനെ ഈ നമ്മുടെ ഗോമതിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കും. അപ്പോഴേക്കും അമ്മ ഇന്ദിരാമ്മ വന്നിട്ട്, അതെ നീ നിന്റെ ഭർത്താവിനെ പോലെ തുടങ്ങിയോ, അവൻ നാക്കുകൊണ്ട് മല്ലപ്പെടുത്താൻ ശ്രമിക്കുന്നു, നീ ഇവിടെ മീൻ വെള്ളം ഒഴിച്ച് നാറ്റിക്കുന്നു, എന്താ ഇതെന്ന് ചോദിച്ചപ്പം, അയ്യോ അമ്മ എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്നും പറഞ്ഞ് ഗോമതി ഇങ്ങനെ പറയുന്നുണ്ടേ. സ്വന്തം ഏട്ടന്മാരുടെ ദേഹത്ത് മീൻ വെള്ളം ഒഴിച്ചിട്ട് ന്യായീകരിക്കുന്നോടി എന്നും ചോദിച്ചിട്ടുണ്ട് അമ്മ. എൻ്റെ വായിന്ന് എന്തെങ്കിലും കേൾക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് കയറിപ്പോ എന്നും പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ പറയുന്നിട്ട്, പൊടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിന്നിട്ട് കണ്ണ് കാണിക്കാം, പിടി പൊടി പൊടി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ഇങ്ങനെ നിന്ന് കാണിക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും എന്തേ നമ്മുടെ ഗോമതി പേടിച്ച് പറിച്ച് ഓടി ചെന്നിട്ട് ഏട്ടന്മാരോട്, അനന്തേട്ടാ അച്യുതേട്ടാ, ഞാൻ മോളുമായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ നിങ്ങൾ വന്നത് കണ്ടില്ല, അവളുടെ കുഞ്ഞിൻ്റെ ഒരു പനിക്കോള് പോലെ, അത് കേട്ടപ്പോൾ എനിക്ക് ആകെ വിഷമമായി, അതിനിടയിൽ അറിയാതേതാണെന്ന് പറഞ്ഞപ്പം നീ ഒന്നും പറയണ്ട, നീ മനഃപൂർവ്വം ചെയ്താണെന്ന് പറഞ്ഞ അച്യുതൻ, ഇതിപ്പോ ഞങ്ങളുടെ കയ്യിൽ നിന്നെങ്ങാനും പറ്റിയതായിരുന്നെങ്കിലേ ഇതിപ്പോ നിങ്ങൾ മറിച്ചിട്ടേനേലോ ഒന്ന് ഭാര്യമാര് വരുന്നു. അപ്പോഴേക്കും അവൾക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് പറഞ്ഞില്ലേ എന്നും ചോദിച്ചുകൊണ്ട് അടുത്തയാൾ വന്ന് ഇപ്പൊ എന്ത് അബദ്ധം എന്നും ചോദിച്ചുകൊണ്ട് അച്യുതൻ, ഇവളെ ഒരു പാഠം പഠിപ്പിച്ചില്ലെങ്കിൽ വീണ്ടും ഇത് ആവർത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പൊ എങ്ങനെ പാഠം പഠിപ്പിക്കുന്ന, നമ്മുടെ അടുക്കളയിൽ മീൻ ഇരിപ്പുണ്ട്, അത് കഴുകിക്കൊണ്ടുവന്ന് ഗോമതിയുടെ ദേഹത്ത് ഒഴിക്കണോ, അല്ലെങ്കിൽ തന്നെ ഗോമതി എന്തിനാ നമ്മുടെ വീട്ടുമുറ്റത്തേക്ക് മീൻ വെള്ളം ഒഴിക്കുന്നതെന്നൊക്കെ അവരിങ്ങനെ ചോദിച്ചപ്പം, ഇനിയിപ്പോ ചോദ്യം പറിച്ചിലൊന്നും വേണ്ട, നിന്നോട് കയറി പോകാനല്ലേടി പറഞ്ഞെന്ന് ചോദിച്ചിട്ട് അമ്മ ദേഷ്യപ്പെടുക. അപ്പൊ ഇല്ല, എന്റെ അശ്രദ്ധ കൊണ്ടാ ചേച്ചി, ഏട്ടന്മാരുടെ ഡ്രസ്സ് ഞാൻ കഴുകി കൊടുക്കാമെന്ന് പറഞ്ഞപ്പം അതിന് നീ ആരാ, ഞങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയോ എന്നൊക്കെ അച്യുതൻ ചോദിച്ചു. അച്യുതാ മതി, ബാലന്റെ കൂടെ കഴിയാൻ തുടങ്ങിയിട്ട് 10-28 വർഷമായില്ലേ, ഇപ്പൊ ഇവളുടെ ചിന്തയും മനസ്സും ഒക്കെ അതുപോലെ തന്നെ ആയി കാണുമെന്ന് അനന്തം പറയൂ കേട്ടോ. ഇതൊക്കെ കേട്ടപ്പോൾ അവർക്ക് ആകെ വിഷമമായി. കാരണം വേലക്കാരി എന്നുള്ളരുത്, ഞങ്ങളോടുള്ള എന്തെങ്കിലും ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടാണ് നീ ഇത് ചെയ്തതെങ്കിൽ ഇതും കൂടി ചേർത്ത് ബാലൻ അനുഭവിക്കും, പറഞ്ഞത് കേട്ടല്ലോ എന്ന് അനന്തൻ ഗോമതിയോട് പറയുന്നു. വാടാ എന്ന് പറഞ്ഞാൽ അവരകത്തേക്ക് കയറിപ്പോയി കഴിഞ്ഞപ്പം ഈ ഒരു കാര്യം എത്ര നാള് കഴിഞ്ഞാലും അവരുടെ മനസ്സിൽ നിന്ന് പോവില്ല, അവരത് മനസ്സിൽ സൂക്ഷിച്ചു വെക്കും, ഇനി ഒരു അവസരത്തിൽ അത് പുറത്തേക്ക് വരുമെന്നൊക്കെ ഇവര് പറയൂ കേട്ടോ. എത്ര ദേഷ്യമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഉള്ളിൽ നിന്നോടുള്ള സ്നേഹം ഏട്ടന്മാർക്ക് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് കഴിവതും അവരെ ശല്യം ചെയ്യാൻ വരരുതെന്ന് ബാലനോട് നീ ഒന്ന് പറഞ്ഞു കൊടുക്കാനൊക്കെ ഇവര് പറഞ്ഞു കൊടുക്കോട്ടോ, നാത്തൂമാര് പെങ്ങളോട്. അമ്മയാണെങ്കിൽ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കുക കേട്ടോ. എന്തായാലും കാര്യം അവിടെ കൊണ്ട് അങ്ങ് കഴിഞ്ഞു. ഇത് കഴിഞ്ഞതിന് ശേഷം മീനും ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ കാത്തു നിൽക്കുന്നു. അപ്പോഴേക്കും നമ്മുടെ ചേട്ടൻ ആകാശ് ഇങ്ങനെ ഒരു ഗിഫ്റ്റ് ഒക്കെ ആയിട്ട് ഇങ്ങനെ വരിക. എന്താ ചെയ്യണ്ടേന്ന് അറിയില്ല. അങ്ങനെ വന്ന് മീനു എന്നും പറഞ്ഞു വിളിച്ചു. ഞാൻ വിചാരിച്ചു ആകാശ് വരില്ല എന്ന്. എൻ്റെ പ്രിയപ്പെട്ട മീനുക്കുട്ടി ആദ്യമായിട്ട് ജോലിക്ക് പോകുമ്പോൾ ഈ ആകാശേട്ടന് വരാതിരിക്കാൻ പറ്റുമോ മോളെ ചോദിച്ചു. ഫോണിൽ സംസാരിച്ചപ്പോൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ എന്ന് മീനു ചോദിച്ചേ. അത് ഞാൻ വെറുതെ ജാട കാണിച്ചല്ലേ, നീ കഷ്ടപ്പെട്ട് പഠിച്ച് സർക്കാർ സർവീസിൽ ജോലിക്ക് കയറും മുൻപ് എന്നെ കാണണമെന്ന് പറയുമ്പോൾ അതെനിക്ക് സന്തോഷമുള്ള കാര്യമല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എൻ്റെ വേഷം എങ്ങനെയുണ്ട്, സാരി കൊള്ളാവും ചോദിച്ചപ്പം ഏത് വേഷത്തിലും നീ സുന്ദരിയല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ് ആകാശ്. നിന്റെ ഈ ചിരി അതിനേക്കാൾ സൂപ്പറാണെന്നൊക്കെ പറഞ്ഞപ്പോഴും നമ്മുടെ മീനു നിന്ന് ചിരിക്കുന്നു. കൊള്ളാന്നും പറഞ്ഞു വെറുതെ സൂചിപ്പിച്ചതൊന്നും അല്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞു. മീനാക്ഷി, ആരാ നിനക്ക് ഈ പേരിട്ടെ? അപ്പൊ എൻ്റെ അമ്മയാ, മരിച്ചുപോയി എന്നൊക്കെ പറഞ്ഞു. അമ്മൂമ്മ അറിഞ്ഞിട്ട പേരാകട്ടെ, എന്തായാലും ശരിക്കും മീൻ പിടയ്ക്കുന്നത് പോലെയാ നിന്റെ ഈ കണ്ണുകൾ എന്നൊക്കെ പറഞ്ഞപ്പം, അതെ രാവിലെ തന്നെ എന്നെ ഇങ്ങനെ സൂചിപ്പിക്കരുതെന്ന് പറഞ്ഞപ്പോൾ ഞാനേ സത്യം തന്നെ പറഞ്ഞതാണെന്ന് നമ്മുടെ ആകാശ് പറഞ്ഞു. എന്നിട്ട് ആ ഗിഫ്റ്റ് എടുത്ത് കയ്യിലേക്ക് അങ്ങ് കൊടുത്തു. അപ്പൊ ഇതെന്താണെന്ന് ചോദിച്ചു. നിനക്ക് ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന ഗിഫ്റ്റാ, എന്തായാലും ഞാനും ഒരു ഗിഫ്റ്റ് മേടിച്ചു തരാമെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ഒന്നും എനിക്ക് ഗിഫ്റ്റ് മേടിച്ചു തരണ്ട, ആദ്യത്തെ ശമ്പളം കിട്ടുമ്പോൾ ആ ശമ്പളത്തിൽ നിന്ന് എനിക്കൊരു ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നാൽ മതി എന്ന് പറഞ്ഞു. ശരിയെന്ന് മീനും പറഞ്ഞു. ഇതെന്താന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ, അയ്യോ ഇപ്പൊ പൊട്ടിക്കരുത്, എൻ്റെ പരിമിതമായ അവസ്ഥയിൽ നിന്ന് വാങ്ങിയതാണ്, നീ ഉദ്ദേശിച്ചതുപോലൊരു സമ്മാനം ആകണമെന്നില്ല, ഇത് തുറന്നു നോക്കുമ്പോൾ നിന്റെ മുഖം ഒന്ന് മങ്ങിയ എനിക്കത് വിഷമാകും എന്ന്, ഓഫീസിലെത്തിയിട്ട് തുറന്നാൽ മതി എന്നൊക്കെ പറഞ്ഞപ്പം ശരി ആയിക്കോട്ടെ, എനിക്ക് നിന്നോടുള്ള സ്നേഹം അതാണ് ഈ സമ്മാനത്തിന്റെ മൂല്യം, ഇതിനുള്ളിൽ ഒരു കുപ്പിച്ചില് കുത്തി വെച്ചാലും എനിക്കത് ഡയമണ്ട് തന്നെയാണെന്ന് പറഞ്ഞപ്പം ആദ്യമായിട്ട് ജോലിക്ക് പോകുന്ന എൻ്റെ പ്രിയപ്പെട്ടവളോട് ഒരു സെൽഫി എടുത്തോട്ടെ എന്ന് ചോദിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യാനാണെന്ന് ചോദിച്ചപ്പം എനിക്ക് സൂക്ഷിക്കാനാണെന്ന് പറഞ്ഞു. ശരി, അങ്ങനെ അവർ സെൽഫി ഒക്കെ എടുക്കാനായിട്ട് തുടങ്ങുന്നു. അപ്പോഴാണ് നമ്മുടെ ബാലൻ ബൈക്കിൽ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ തൊട്ടടുത്തുനിന്ന് ഒരു ചേട്ടനെ കണ്ടു. എങ്ങോട്ടാടോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അപ്പുറം വരാമെന്ന് പറഞ്ഞു.
അതെ കൊച്ചുമോളുടെ കാതൂത്ത് കല്യാണം ഞാൻ വിളിക്കാൻ വീട്ടിലോട്ട് വരുന്നുണ്ട്, കയറിക്കോളാൻ പറഞ്ഞു. ഞാൻ വിടാമെന്നും പറഞ്ഞ് കൂട്ടുകാരനെയും കൂട്ടി പോരുന്നു. ഈ സമയത്ത് അതെ പേടിയാകുമോ, പേടിയാവുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തിനാ പേടിക്കുന്നേ? കോടീശ്വരനായി മാറണമെങ്കിലേ ബിസിനസ് ചെയ്യണം. എത്ര സർക്കാർ ജോലിക്കാരുണ്ട് ഇവിടെ കോടീശ്വരന്മാരായിട്ട്. അതുകൊണ്ട് സർക്കാർ ജോലി കിട്ടിയ എല്ലാം ആകും എന്ന് നീ വിചാരിക്കരുതെന്ന് പറഞ്ഞു. പലവ്യഞ്ജനക്കടയിൽ അച്ഛനെ സഹായിക്കുന്ന ജോലി കൊണ്ട് എന്തായാലും കോടീശ്വരനാകാൻ പോകുന്നില്ല എന്ന് പറഞ്ഞപ്പം അതെ കടയിലെ പണി നിർത്തി ഞാനിപ്പോൾ സർക്കാർ ജോലി കിട്ടാൻ PSC പരീക്ഷ എഴുതാൻ പോയാലേ എൻ്റെ അച്ഛൻ എന്നെ കൊന്നു കളയുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവർ അവിടെ നിന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ദേ അച്ഛൻ ആ സ്റ്റോപ്പിൽ തന്നെ വരുന്നു. അച്ഛനെ കണ്ടപാടെ നമ്മുടെ ആകാശിനെ കാണാതെയായി. അപ്പോൾ അങ്ങനെ ആ പെൺകുട്ടി അവിടെ നിൽക്കുന്നത് കണ്ടു. പെട്ടെന്ന് ആ ബസ്സിൽ ഇങ്ങനെ ഒളിച്ചിരിക്കും കേട്ടോ. അപ്പോൾ ആ പെൺകുട്ടിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും പോയോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ ഈ ഒരു ഇതിലേക്ക് തന്നെ നമ്മുടെ ബാലേട്ടൻ ഇങ്ങനെ നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോഴത്തേക്ക് എന്നാ എന്നൊക്കെ അവിടെ നിന്ന് മീനൂട്ടി ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുക. ആ ബസ് പോയ കാര്യങ്ങളെല്ലാം തീർന്നു. അങ്ങനെ നമ്മുടെ ബാലേട്ടൻ അങ്ങ് നടന്നു വരുന്നു, മകൻ തൊട്ടടുത്ത്. അപ്പോൾ ഈ പെൺകുട്ടിയുടെ അടുത്ത് നിന്ന് ഒരു ഒരു ചേട്ടനെ കാണാനായിട്ട് വന്നതാ. അപ്പോഴേക്കും ആ ബസ് അങ്ങ് പോവുകയും ചെയ്തു. പാവം നമ്മുടെ ആകാശ് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. എന്നിട്ട് അവിടുത്തെ ആ ബസ് സ്റ്റോപ്പിൽ ഒരു ഇതുണ്ടായിരുന്നു, ഒരു ചെറിയൊരു ബാൻ ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിലേക്ക് കയറിയിരുന്നു. അപ്പോൾ ഇയാളുമായിട്ട് ഈ പെണ്ണിൻ്റെയും അതുപോലെ ആകാശിൻ്റെയും തൊട്ടരികിൽ നിന്ന് സംസാരിക്കാൻ വെച്ചു. എടോ താൻ ഒരു ദിവസം 10 തവണയെങ്കിലും ആകാശിനെ വിളിക്കുമല്ലോ. ഞാനെന്തിനു ബാലൻ്റെ മോനെ വിളിക്കണമെന്ന് ചോദിച്ചപ്പം ഇപ്പം അത് അങ്ങനെയായോ, ഇന്ന് രാവിലെയും താൻ വിളിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പം ആ മേനോൻ ചേട്ടനാണെന്നും പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞ ആളാണ് നമ്മുടെ ബാലൻ്റെ മുന്നിൽ വന്ന് പെട്ടത്. അപ്പോൾ പെട്ടോ, ഇനി ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഞാൻ പെടും എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് ഇങ്ങനെ വരുന്നു. അപ്പോൾ ഞാൻ ഫോൺ എടുത്തപ്പോൾ താൻ മിണ്ടാതെ നിന്നല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുക. അപ്പോൾ ഒന്നും അറിയാത്തതുപോലെ നമ്മുടെ ആകാശ് അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ അച്ഛാ എന്നും പറഞ്ഞുകൊണ്ട് ആകാശ് അങ്ങ് വരുന്നേ. നീ എന്താ ഇവിടെ? ഞാൻ കുറച്ച് സാധനങ്ങൾ ഡെലിവറി ചെയ്യാനുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ ആരിനെ ഏൽപ്പിച്ചതാണല്ലോ. അയ്യോ അവൻ കടയിലിരുന്നോളാം, എന്നോട് ഡെലിവറി ചെയ്യാൻ പൊക്കോളാം പറഞ്ഞപ്പം അവൻ്റെ ജോലി അവൻ ചെയ്യണം, നിന്റെ ജോലി നീ ചെയ്യണം. മെന്നെ നിങ്ങളോട് പറഞ്ഞ കാര്യം നിങ്ങളും ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അച്ഛാ എന്ന് പറഞ്ഞ് വിളിച്ചപ്പം അതെന്താ അങ്ങനെയാ, പറഞ്ഞതുപോലും ഓർമ്മയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടു. അച്ഛാ ഞാൻ എല്ലാ കാര്യങ്ങളും മാനേജറിനോട് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞപ്പം അതെ എൻ്റെ ബസ് വരുന്നുണ്ട്, പിന്നെ എൻ്റെ ബോധക്കേടൊക്കെ ഞാൻ വന്നിട്ട് സംസാരിച്ചോളാവെന്ന് പറഞ്ഞിട്ട് ആ ചേട്ടൻ വണ്ടിയെ കയറി അങ്ങ് പോയി. ആ ചേട്ടൻ വണ്ടിയെ കയറി പോയപ്പം അച്ഛൻ എന്തിനാ വെറുതെ ഇയാളോടെ കിടപെടുന്നേ, മേനോൻ ചേട്ടനോട് ഞാൻ വിശദമായി സംസാരിച്ചോളാം, അച്ഛൻ പൊയ്ക്കോ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആര്യ. അപ്പം നീയോ? അപ്പം ഞാൻ പുറകെ വരാം, നീ അങ്ങനെ വരും എന്ന് ചോദിച്ചപ്പം അത് പിന്നെ ഓട്ടോ പിടിച്ച് വന്നോളാം അച്ഛാ. എടാ ഓട്ടോയ്ക്ക് 30 രൂപ കൊടുക്കാം, എന്തിനാ വെറുതെ കാശ് കളയുന്നേ, നീ എൻ്റെ കൂടെ വാ എന്നും പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ വിളിച്ചോണ്ട് പോകാനായിട്ട് നോക്കുന്നു. അപ്പം ഞാൻ വിളിക്കാവേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ആകാശ് പോയി. മീനൂട്ടി ഇങ്ങനെ നോക്കി നിൽക്കുന്നു. എന്തായാലും കടയിൽ നമ്മുടെ രാമേട്ടൻ നല്ല പണിയാണ്. അപ്പം ആര്യനും കൂടെ ഉണ്ട്. രാമേട്ടാ എന്നും പറഞ്ഞ് രാമേട്ടനെ വിളിച്ചു. അപ്പം എന്താണ് മോനെ? അല്ല ഇത് എത്ര വർഷമായി ഇങ്ങനെ കഷ്ടപ്പെടാൻ തുടങ്ങിയിട്ട്, റിട്ടയർമെൻ്റ് ഒന്നും വേണ്ടെന്ന് ചോദിച്ചപ്പോൾ എന്നെ കൊണ്ട് വയ്യടാ, ഞാൻ ഇവിടുത്തെ പണി നിർത്തുക എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴേക്കും ധർമ്മൻ അങ്ങോട്ടേക്ക് വന്നു. നിർത്തി ഞാനിവിടെ വരുന്ന കാലം മുതൽ കേൾക്കാൻ തുടങ്ങിയതാ, മടുത്തു, നിർത്താൻ പോവാണെന്നൊക്കെ. ഇപ്പം 10-35 വർഷം ആയില്ലേ, നിർത്താറായില്ലേ? രാമേണ്ട അങ്ങനെ ഒന്നും നിർത്തലെന്ന് എനിക്കറിയാം. എന്തായാലും ഇവിടുന്ന് നിർത്തിപ്പോയ കൃത്യം ഒരാഴ്ച കഴിയുമ്പോൾ രാമേണ്ട തിരിച്ചിങ്ങോട്ടേക്ക് വരുമെന്ന് പറഞ്ഞു. പിന്നെ ഗോമതിയെ കെട്ടിയതോടെ നാട്ടിലാരും സഹായിക്കാനില്ലാതെ ബാലൻ ഒറ്റപ്പെട്ടു പോയി. അവിടുന്ന് ഒറ്റയ്ക്ക് പൊരുതി കയറി വന്നവനാ ബാലൻ. ഒരുത്തിൻ്റെയും സഹായമില്ലാതെ ഈ നാട്ടിൽ നട്ടെല്ല് നിവർത്തി നിൽക്കുന്ന അവൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ബലമല്ലേടാ എന്ന് രാമേട്ടൻ ചോദിക്കുന്നു. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നപ്പോഴേക്കും അച്ഛനും അതുപോലെ ഏട്ടനും കൂടെ അങ്ങോട്ടേക്ക് വന്ന് കയറിയത് ആര്യൻ്റെ മെക്കിട്ട് കയറുവാണ്. നിന്നോട് ഞാൻ എന്താടാ പറഞ്ഞതെന്ന് ചോദിച്ചു. ബാക്കി വെച്ചിരിക്കുന്ന സാധനങ്ങൾ ഡെലിവറി ചെയ്യണമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞ കാര്യം നീ ഇവനെ ഏൽപ്പിച്ചല്ലേ എന്നിങ്ങനെ ചോദിച്ചു. അപ്പോഴേക്കും ആര്യൻ പെട്ടു. മൊത്തത്തിൽ കാര്യങ്ങൾ കുളവായി. പണപ്പെട്ടിയും കെട്ടിപ്പിടിച്ചിരിക്കാനല്ല നിന്നെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചത് എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാം. അപ്പം അവിടെ വന്നവരെല്ലാവരും നോക്കുക കേട്ടോ, ഇതൊക്കെ വലിയ കാര്യമാക്കണം അളിയ, ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ ഇങ്ങനെ വഴക്ക് പറയരുതെന്ന് ധർമ്മം പറഞ്ഞപ്പം എന്താ ആൾക്കാർ കേട്ട ഇവനെ മാനം ഇടിഞ്ഞു വീഴുക, എങ്കിൽ എല്ലാവരും കേൾക്കട്ടെ, പണി ചെയ്യാൻ മടിയുള്ള ഒരുത്തനും എൻ്റെ സ്ഥാപനത്തിൽ ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞു. അപ്പം അച്ഛനിപ്പോൾ എന്താ വേണ്ടത്? പറഞ്ഞ ജോലി ചെയ്യണം, അത്രയല്ലേ ഉള്ളൂ, ഞാൻ ചെയ്തോളാമെന്ന് പറഞ്ഞു. ആര്യൻ നിന്റെ ഈ ദേഷ്യമൊന്നും എൻ്റെ അടുത്ത് ചിലവാകില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുവാണ് നമ്മുടെ ബാലൻ. അപ്പോൾ അച്ഛനും മോനും കൂടെ പൂരം വഴക്ക്. എന്താണ് നീ നോക്കി പേടിപ്പിക്കുന്നതെന്ന് ചോദിച്ചുകൊണ്ട് ആര്യൻ്റെ ദേഹത്തേക്ക് ചെന്ന് കയറാനായിട്ട് ഈ ബാലൻ നോക്കിയപ്പോൾ ധർമ്മൻ പ്രശ്നം ഉണ്ടാക്കല്ലേ അളിയാന്ന് പറഞ്ഞു. നീ മാറിപ്പോടാ, നിന്റെ ജോലി എന്താണെന്ന് വെച്ചാൽ നീ അത് ചെയ്യാൻ പറഞ്ഞു, ഇവനെ അനുസരണ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ചെന്നപ്പോഴേക്കും നമ്മുടെ രാമേട്ടൻ ഇടയ്ക്ക് കയറി. ഞാനാ പറയുന്നത് ബാല വേണ്ട എന്നും പറഞ്ഞു. അപ്പം നീ വീട്ടിലോട്ട് പോ എന്നും പറഞ്ഞുകൊണ്ട് ആര്യനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്നു. അങ്ങനെ മറ്റുള്ളവർ ചെയ്യുന്നത് മുഴുവൻ ആര്യൻ്റെ തലയിലേക്ക് വന്ന് കയറുവാണ്, ഒരു തെറ്റും ചെയ്യാതെ.
ആര്യൻ ബാലന്റെ മുന്നിൽ തെറ്റുകാരനായിക്കൊണ്ടേയിരിക്കുന്നു. ബാലനാണെങ്കിൽ ആര്യനോട് ഒന്നിനൊന്നിന് ഭയങ്കര ദേഷ്യവും വന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ അച്ഛന്റെ അടിമയാകാൻ ആര്യനെ കിട്ടില്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ആര്യൻ മുന്നോട്ട് പോകുന്നത്. ഇതെല്ലാം കഴിഞ്ഞു രാത്രിയായി കഴിഞ്ഞപ്പം ബാലൻ എന്തൊക്കെയോ ഇങ്ങനെ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നതായിട്ട് നമ്മുടെ ഗോമതിക്ക് മനസ്സിലായി. ഗോമതി എന്നിട്ട് ഇത് ബാലേട്ടന്റെ ശബ്ദമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പുറത്തേക്ക് ചെന്നപ്പോഴെന്താ ഒരു വലിയ ഇങ്ങനെ ഇതൊക്കെ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് സംസാരിക്കാം. ദേ, എൻ്റെ വീട്ടിൽ നടത്തപ്പെടുന്ന ഒരു വലിയ ആഘോഷം നിങ്ങൾ എല്ലാവരെയും ഞാൻ അറിയിക്കുകയാണെന്നും പറഞ്ഞുകൊണ്ട്, അതായത് കൊച്ചിന്റെ കാതുകുത്ത് ചടങ്ങിനെ കുറിച്ച് കൃഷ്ണമംഗലംകാരെ അറിയിക്കണം, അതിനു വേണ്ടിയിട്ടാണ് ആശാൻ ഈ പണിയൊക്കെ ഒപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ആ ചടങ്ങിൽ പങ്കെടുത്ത് ഞങ്ങൾ തയ്യാറാക്കുന്ന സദ്യയിൽ പങ്കാളികളായി ഞങ്ങളുടെ കൊച്ചുമോളെ അനുഗ്രഹിക്കണമെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ ഇതിലിങ്ങനെ വിളിച്ചു പറയാം. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ എല്ലാവരെയും നേരിട്ട് വന്ന് വിളിച്ചതാണ്. അതൊന്നുകൂടി ഓർമ്മപ്പെടുത്താനാണ് ഈ അനൗൺസ്മെന്റ് എന്നൊക്കെ പറഞ്ഞൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും നമ്മുടെ ഗോമതി ഇറങ്ങി വന്നു. എന്താ ബാലേട്ട ഇത്, എന്ത് മോശം ഈ കാണിക്കുന്നേ, ഇതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ എന്ന് ചോദിച്ചു. അപ്പൊ നീ കേൾപ്പൊക്കോ, ഇതൊന്നും നിനക്ക് കേൾക്കാനുള്ളതല്ലെന്ന് പറഞ്ഞു. അപ്പോഴേക്കും അവിടെയുള്ളവരെല്ലാവരും വന്നൊന്ന് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങിലേക്കും തുടർന്ന് ക്ഷേത്രത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്ന വിരുന്നു സൽക്കാരത്തിലേക്കും നിങ്ങൾ ഏവരെയും സ്വാഗതം ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞ് ഈ നാട്ടിലുള്ള എല്ലാവർക്കും കാതുകുത്ത് ചടങ്ങിൽ പങ്കെടുക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലൻ ഇങ്ങനെ പറയാം. ഒരേ ഒരു കുടുംബം ഒഴികെ, വലിയ പാരമ്പര്യവും ജാടയും കാണിക്കുന്ന കൃഷ്ണമംഗലത്തുകാരൊഴികെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയണം. ബാലേട്ട, എന്താ ബാലേട്ട ഇത്, വിട്ട് കള ബാലേട്ട എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോമതി പറയുന്നുണ്ട്. അവിടെ ആര് കേൾക്കാൻ? ചിലർക്കൊരു വിചാരമുണ്ട് അവരെക്കാൾ വലുതായി വേറെ ആരും ഇല്ല എന്ന്. അത് ഞാൻ നാളെ പൊളിച്ചു തരാമെന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഇതായിട്ട് ഈ ബാലൻ ഇങ്ങനെ സംസാരിക്കുക. അപ്പോഴേക്കും അച്യുതനും അനന്തനും അലോഹും ഒക്കെ എല്ലാവരും കൂടെ ദേഷ്യപ്പെട്ട് അകത്തേക്ക് കയറിപ്പോയി. ബാലേട്ട എൻ്റെ കൂടെ വന്നേന്ന് പറഞ്ഞ് പിടിച്ച് വലിച്ച് അകത്തേക്ക് കൊണ്ടുപോവുകയാണ് ബാലനെയും. ബാക്കിയുള്ളവരെല്ലാവരും വിഷമിച്ച് നിൽക്കുവാണ് കൃഷ്ണമംഗലത്ത്. ഈ അനൗൺസ്മെന്റ് നമ്മളെ കളിയാക്കാൻ വേണ്ടി മാത്രം, ഇത് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല വലിയച്ചാന്നും പറഞ്ഞ അലോഹ. അപ്പൊ എന്താ അലോഹ, എരുതിയിൽ എണ്ണ ഒഴിക്കുകയാണോ? അങ്ങനെ വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതെ അടങ്ങിയിരിക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ അടങ്ങിയിരിക്കാൻ ബാലൻ സമ്മതിക്കില്ലല്ലോ. മർച്ചന്റ് അസോസിയേഷനിൽ വർഷങ്ങളായി ഏട്ടൻ വഹിച്ചുകൊണ്ടിരുന്ന ആ ഒരു സ്ഥാനം അത് ബാലൻ കൈക്കലാക്കിയില്ലേ. ഇപ്പൊ അവർക്കെല്ലാം ബാലനാണ് വലിയ പുള്ളി. ഇപ്പൊ ദേ നാട്ടുകാരെയും നമ്മുടെ ബന്ധുക്കളെയും എല്ലാവരെയും വിളിച്ചു. ദേ, നമ്മുടെ ബന്ധുക്കളല്ലാതെ അവന് വേറെ ബന്ധുക്കളുണ്ടോടാ എന്ന് അനന്തൻ ചോദിച്ചപ്പം അവരെ എല്ലാവരെയും വരുതിക്ക് നിർത്താൻ അവൻ ഈ ആഘോഷം വലുതാക്കി നടത്തുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പറഞ്ഞപ്പോ, അച്ഛാ, ഇതൊരു തരത്തിലും അംഗീകരിച്ചു കൊടുക്കരുതെന്നും പണ്ട് നമ്മുടെ കടയിൽ ജോലിക്കാരനായി നിന്ന ആളുടെ പിന്നാലെ മറ്റുള്ളവരെല്ലാവരും കൂടെ പോയാൽ നമ്മുടെ നിലയും വിലയും എന്താകുമെന്ന് ചോദിക്കുകയാണ് മകള്. അപ്പൊ മോൾ അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നേരിട്ട് പോയി വിളിച്ചാലല്ലാതെ ഇങ്ങനെ മയക്ക് കെട്ടി വിളിച്ചാൽ ആരും അങ്ങനെയൊന്നും വരില്ല മോളെ എന്നൊക്കെ പറഞ്ഞപ്പോ, അതെ, ബാലൻ ഈ നാട്ടിലുള്ള സകലരെയും വീട് കയറി വിളിച്ചിട്ടുണ്ട്. ഇതിപ്പോ നമ്മളെ കാണിക്കാനും പരിഹസിക്കാനും ഉള്ള ഷോയാണെന്നൊക്കെ പറഞ്ഞപ്പം, നിനക്കിതൊക്കെ എങ്ങനെ അറിയാടി? ഞങ്ങളറിയാതെ നീ എന്താടി ഗോമതിയായിട്ട് സംസാരിക്കണമെന്നുണ്ടോ എന്ന് ഭാര്യയോട് അച്യുതൻ ചോദിച്ചു. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ ചോദിച്ചു. എന്നാലേ ആ കാര്യങ്ങൾ എങ്ങനെയെങ്കിലും തടഞ്ഞത് നാണം കെടുത്തണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എൻ്റെ മക്കൾ അങ്ങനെയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞ് ഇന്ദിരാമ വന്നു. അപ്പൊ അങ്ങനെ വെറുതെ വിടാൻ പറ്റില്ലെന്ന് പറഞ്ഞു മിത്ര. എങ്ങനെയും ആ ഫംഗ്ഷൻ നമുക്ക് പൊളിക്കണം. അപ്പൊ എങ്ങനെ പൊളിക്കുമെന്ന് പറയാൻ പറഞ്ഞു അലോഹ് ദേഷ്യപ്പെട്ടു. അത് ഞാനൊരു ഐഡിയ പറയാം. അവിടെ ഫംഗ്ഷൻ നടക്കുന്നത് കൊണ്ടല്ലേ എല്ലാവരും അതിന് പോകുമെന്ന് പറയുന്നേ. നമുക്ക് ഇവിടെ ഒരു ഫംഗ്ഷൻ നടത്തിയാലോ? ഇവിടെ ഇപ്പൊ എന്ത് ഫംഗ്ഷൻ നടത്തും? എങ്കിലേ നിന്റെ കാതുകുത്തു കല്യാണം നടത്തട്ടെ എന്ന് ചോദിച്ചു അമ്മ. അതൊരു തവണ നടത്തിയതല്ലേ അമ്മേ എന്ന് ചോദിച്ച് അച്യുതന്റെ ഭാര്യ വന്നു. അപ്പോ അനന്തേട്ട, ഗോമതിയുടെ കൊച്ചുമോളുടെ കാതുകുത്ത് കല്യാണമാണ്. അവൾ ഒരുപാട് ആഗ്രഹിച്ച് നടത്തുന്നതാണ്. നമ്മളായിട്ട് അതിനൊരു തടസ്സം ഉണ്ടാക്കണ്ടെന്ന് അനന്തനോട് ഭാര്യ പറഞ്ഞപ്പോ അത് തന്നെയാ ഞാനും പറഞ്ഞത്. അത് തന്നെയാ അവര് എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് പറഞ്ഞു. ഈ വീട്ടില് ഉള്ള പെണ്ണുങ്ങൾക്ക് ഗോമതിയുടെ കുടുംബത്തിനോടാണ് അടുപ്പം എന്ന് അനന്തൻ ചോദിച്ചപ്പം ആരൊക്കെ അവർക്ക് അനുകൂലമായി നിന്നാലും ഞാൻ ആ കുടുംബത്തെ ശത്രുക്കളായേ കാണുമെന്ന് മിത്ര പറഞ്ഞു. അപ്പൊ മിത്രമോളുടെ ദേഹത്തോടുന്നതേ കൃഷ്ണമംഗലത്തെ അനന്തവർമ്മയുടെ രക്തം, അതിന്റെ ഗുണം നീ കാണിക്കുമെന്നൊക്കെ പറഞ്ഞപ്പം, അയ്യോ, അപ്പോ നന്ദിതേച്ചിയുടെ രക്തത്തിന് ഒരു വിലയില്ലേ? ചേച്ചിയുടെ രക്തം കൂടിയല്ലേ മോളുടെ ദേഹത്തോടെ ഒഴുകുന്നത് എന്നിങ്ങനെ ഈ നമ്മുടെ രാജശ്രീ പറയുമ്പോഴേക്കും, എന്റെ രാജശ്രീ, നീ വല്ലതും പോയി എടുത്ത് കഴിക്കുക, അത്ര നേരമെങ്കിലും മിണ്ടാതിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതെ, അവരെ ജയിക്കാൻ സമ്മതിക്കില്ലെന്ന് പറഞ്ഞ അലോഹം ഭയങ്കര ദേഷ്യപ്പെട്ടു. അത് തന്നെ ഞാനും പറഞ്ഞത്. അവിടെ കാതുകുത്ത് കല്യാണം നടത്തുന്ന സമയത്ത് തന്നെ ഇവിടെ ഒരു ഫംഗ്ഷൻ നമുക്ക് നടത്താമെന്ന് മിത്ര. അങ്ങനെ ചുമ്മാ ഒരു ഫംഗ്ഷൻ ഒന്നും പോരാ, വെജും നോൺ വെജും ഒക്കെ വെച്ചിട്ടുള്ളത് വേണമെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതെല്ലാം പറഞ്ഞപ്പോൾ എന്ത് ഫംഗ്ഷൻ നമ്മൾ നടത്തും എന്നായി ചോദ്യം. നമുക്ക് അടുത്ത ആരുടെ പിറന്നാളാണ് വരുന്നതെന്ന് ചോദിച്ചു. അപ്പൊ അനന്തേട്ടന്റെ പിറന്നാളാണെന്ന് നന്ദിത പറഞ്ഞു. അടുത്ത മാസം 21-ാം തീയതി. അത് ഈ മാസം 21-ാം തീയതി ആഘോഷിച്ചാൽ എന്താ? അടുത്ത മാസത്തെ പിറന്നാൾ ഈ മാസത്തേക്ക് മാറ്റി വെക്കാൻ.
അങ്ങനെയാണെങ്കിൽ വിഷു ഓണവും ക്രിസ്മസും ഒക്കെ സൗകര്യം പോലെ മാറ്റി വെക്കാമല്ലോ എന്ന് ഇന്ദിരാമ്മ പറഞ്ഞു. മോളെ അതൊന്നും ശരിയാവില്ല, മോളെ വേറെ എന്തെങ്കിലും ആലോചിക്കാൻ പറഞ്ഞു അനന്തൻ. അപ്പോൾ ഏട്ടാ മിത്രമോള് പറഞ്ഞതാ കറക്റ്റ്, നാളെയാണ് 21, അടുത്ത മാസം 21, ഈ മാസത്തെ 21 ആഘോഷിക്കാം. അനന്തേട്ടന്റെ 50-ാം പിറന്നാള്, അവനെ തോൽപ്പിക്കാനുള്ള പണിയാ, നമുക്കത് ആഘോഷിക്കാം, അവൻ നാണം കെടണം. അപ്പോൾ അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തന്നെ നിർബന്ധം പിടിക്കുമ്പോൾ അനന്തം പറഞ്ഞു, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്തോളാം. എന്നിട്ട് അയാൾ അങ്ങ് പോയി. ഈ ആഘോഷം എങ്ങനെയാണെന്ന് ഞങ്ങൾ കാണിച്ചു തരാമെന്നും പറഞ്ഞുകൊണ്ട് അലോഹവും ഇത്രയും അവരെല്ലാവരും കൂടെ അച്ഛനും എല്ലാവരും കൂടെ അങ്ങോട്ടേക്ക് പോകണം. അങ്ങനെ എല്ലാം ഇത് കഴിഞ്ഞു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ ബാലനെയും അതുപോലെ നമ്മുടെ ഗോമതിയാണ്. ഇത് കുളിമുറി തന്നെ ഇട്ടാൽ എന്താ ബാലേട്ടാന്ന് ചോദിച്ചപ്പം ശീലിച്ചു പോയില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ചെറുതായിട്ട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് നമ്മുടെ ബാലൻ. ഇനിയെങ്കിലും ഈ ശീലമൊക്കെ ഒന്ന് നിർത്താവോ? അപ്പൊ നിനക്കറിയാലോ കടയിലെ തിരക്ക് കഴിയുമ്പോൾ ക്ഷീണാകും, ആ ക്ഷീണം മാറ്റാനാ ഞാൻ ഒരു 2 പെഗ് കഴിക്കണേ എന്ന്. അതുകൊണ്ടാ ആകാശനെയും ധർമ്മനെയും നേരത്തെ പറഞ്ഞു വിടുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ നിർത്തിയാ കൊള്ളാം, ഇല്ലെങ്കിലേ പിള്ളേര് കഴിച്ചിട്ട് വന്ന് ദേഷ്യപ്പെടാൻ പറ്റില്ല കേട്ടോ. എന്റെ മക്കൾ ആരെങ്കിലും മദ്യം കഴിച്ചു എന്ന് അറിഞ്ഞാ കാല് ചവിട്ടി ഓടിച്ചിടും ഞാൻ എന്ന് ബാലേട്ടൻ എന്തോ ആകാം, അപ്പൊ മക്കളൊന്നും ചെയ്യാൻ പാടില്ലല്ലേ എന്ന് ചോദിച്ചപ്പം എന്റെ ശീലങ്ങളും ദുർശീലങ്ങളും എന്നോടുകൂടി തീരണമെന്ന് നമ്മുടെ ബാലൻ പറയണം. അതൊന്നും നമ്മുടെ മക്കൾ അനുകരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേക്കും ദേ ആനന്ദ് കയറി വന്നു. എന്താടാ മോനെ നീ ഇത്തിരി താമസിച്ചെന്ന് ചോദിച്ചപ്പം അച്ഛാ ഇന്ന് കുറച്ച് അധികം ജോലി ഉണ്ടായിരുന്നു അച്ഛാ എന്ന് പറഞ്ഞപ്പം നീ വൈകി വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്യേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾക്ക് വേണ്ടി കഷ്ടപ്പെടാൻ ഞാനിവിടെ ഇല്ലെന്ന് ചോദിച്ചു. അപ്പൊ ധർമ്മജൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞങ്ങൾ കഷ്ടപ്പെടുന്നതിന് ഒരു കുഴപ്പമില്ലല്ലോ എന്ന് ചോദിച്ചു. ജോലി ചെയ്യാത്ത ഒരുത്തനും ഇവിടെ ആഹാരമില്ല, അതുകൊണ്ടാണ് പണി എടുപ്പിക്കുന്നത്. അപ്പം നീ പോയി ആഹാരം എടുത്തു വെക്കി ഗോമതി, എല്ലാവരും കൈ കഴുകിയിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കൈ കഴുകാൻ പോകുന്നു. പനിമോളെ കഴിഞ്ഞില്ലേ, ഓരോരുത്തരായിട്ട് വിളിക്കുകയാണ്. അപ്പൊ അച്ഛാ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇതിൽ 1000 രൂപയുടെ കുറവുണ്ടല്ലോ. ഏയ് അതിന് സാധ്യത ഇല്ലല്ലോ, മോൾ ഒന്നുകൂടി ഒന്ന് എണ്ണി നോക്കാനായിട്ട് പറയാണ് നമ്മുടെ അനു. അപ്പോൾ ഞാൻ 3 തവണ എണ്ണിയതാ, ബുക്ക് വെച്ച് വരെ ഇത് കണക്ക് ഞാൻ നോക്കി, അപ്പോഴൊക്കെ കാശ് കണ്ടില്ല. അച്ഛ ഇതിൽ 1000 രൂപ കുറവുണ്ട് അച്ഛാന്ന് പറഞ്ഞു. അപ്പോൾ ആ 1000 രൂപ എതിലെ പോയി എന്നൊക്കെയുള്ള ആ ഒരു ഇതിൽ നമ്മുടെ ബാലൻ ഇങ്ങനെ കണക്ക് ചോദിക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഗോമതി വന്നു. അതങ്ങ് വിട്ട് കളഞ്ഞേക്കാൻ പറഞ്ഞു. അതങ്ങനെ വിട്ടുകളയാൻ പറ്റില്ലല്ലോ, രാവിലെ മുതൽ വൈകുന്നേരം വരെ കഷ്ടപ്പെട്ട് ജോലി ചെയ്തുണ്ടാക്കുന്ന കാശ, അത് വെറുതെ പോട്ടെന്ന് വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ആ സമയം അല്ല നീ എന്തെങ്കിലും ആവശ്യത്തിന് കാശ് എടുത്തോന്ന് ചോദിച്ചു. അച്ഛനോട് ചോദിക്കാതെ 1 രൂപ പോലും ഞാൻ ഇതുവരെ എടുത്തിട്ടുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് നമ്മുടെ ആകാശം. രാമേട്ടൻ എന്തായാലും മേശയുടെ അടുത്തേക്ക് വരിക പോലും ഇല്ല. അപ്പോൾ ധർമ്മനെ നോക്കി, അയ്യോ എൻ്റെ അളിയ എന്നെ സംശയിക്കല്ലേ, പണപ്പെട്ടി പൂട്ടി അളിയൻ അതെല്ലാം പോന്നു കഴിഞ്ഞപ്പോഴല്ലേ ഞാൻ എടുത്തത് മാറിയത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടെങ്കിൽ ധർമ്മം പറയാം. ആ കടയിലെ കണക്ക് നോക്കിയപ്പോൾ 1000 രൂപയുടെ കുറവുണ്ടെന്നും പറഞ്ഞ് അനന്തം വന്നപ്പോൾ ആനന്ദിനോടും പറഞ്ഞു. അപ്പൊ ആരെങ്കിലും എടുത്തെങ്കിൽ അത് പറ, അല്ലെങ്കിൽ ബാലൻസ് കൊടുത്തപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആയിരിക്കും എന്നൊക്കെ ആനന്ദ് പറഞ്ഞു. അപ്പോഴേക്കും പണം കൊടുക്കുന്ന വാങ്ങുന്നതൊക്കെ ഞാൻ ഇല്ലാത്തപ്പോഴാണ് 1000 രൂപ നഷ്ടപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു. ആ സമയം അളിയൻ എനിക്ക് ചായ കുടിക്കാൻ തന്ന ഈ 10 രൂപ അല്ലാതെ വേറെ 10 പൈസ എൻ്റെ കയ്യിലില്ല എന്ന് പറഞ്ഞു ധർമ്മൻ. അപ്പൊ നീ ചായ കുടിച്ചില്ലേന്ന് ചോദിച്ചു. അപ്പൊ ഇതാണ് എൻ്റെ സേവിങ്സ് എന്ന് ധർമ്മൻ പറഞ്ഞു. പെട്ടെന്ന് ആ വരവ് ആര്യനിലേക്ക്, പിന്നെ ഉണ്ടായിരുന്നത് ആര്യന. അങ്ങനെ ആര്യനെ ബാലൻ നോക്കിക്കൊണ്ട് നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.